ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തിരുവോണത്തോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഏവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായ പത്തനംതിട്ട മുൻ ജില്ലാ കളക്ടർ കൂടിയായിരുന്ന ദിവ്യ എസ് അയ്യറുടെ ഒരു തിരുവാതിരകളിയുടെ ഷോർട്ട് ക്ലിപ്പ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഓഫീസിലെ മറ്റ് സ്റ്റാഫുകളെല്ലാം കൂടി തിരുവാതിരകളി നടത്തുമ്പോൾ തനിക്കും കൂടി കളിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച ദിവ്യ എസ് അയ്യരെ റിഹേഴ്സലൊന്നും കൂടാതെ തന്നെ അവരോടൊപ്പം കളിക്കുന്ന ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ശ്രീ മഹാദേവനോരു ദിവസം ആനയായി കാട്ടിൽ കളിക്കും കാലം പിടിയായി പിന്നാലെ പാർവതിയും ആതുതീവർത്തു നടക്കും കാലം ഗർഭമുണ്ടായി ശ്രീ പാർവതിക്ക് അഹങ്കരിക്കേണ്ട കളിക്ക വേണ്ട അലങ്കാരമൊട്ടുമേ കാണുക വേണ്ട നല്ല പാനയും പടത്വാഴയും കുക്ഷി നീറയോളം ഭക്ഷിച്ചിട്ട് ദാഹിച്ച വെള്ളം കുടിയാനീട്ട് നീങ്ങിനാൻ കായലിൽ ചെന്നിറങ്ങി കണ്ണീർ കൂടിച്ചു തളർച്ച തീർന്നു വേഗമേ ചെന്നങ്ങാ ചോലക്കാട്ടിൽ വന്നു വീറന്നു ഗണപതിയും കൊമ്പുരണ്ടുണ്ടൂടൽ തുമ്പിക്കൈയും ഓമനയായ കുടവയറും കക്കാട്ടുവാഴും ഗണപതിയേ ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ അരികത്തു വാഴും ഗണപതിയേ ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ. പത്മതീർത്ഥത്തിൽ വസിക്കും പങ്കജലോലേ ദേവി പാണികളിൽ. അവസാനം ജില്ലാ കളക്ടറായിരുന്നത് പത്തനംതിട്ട ജില്ലയിലായിരുന്നുവെങ്കിലും അതിനുശേഷം അവിടെ നിന്നും വിഴിഞ്ഞം സീപോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറായി മാറിയ ശേഷം ദിവ്യ എസ് അയ്യർ സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് ആക്റ്റീവായിട്ട് കാണുന്നില്ലായിരുന്നു. പത്തനംതിട്ട ജില്ലാ കളക്ടർ ആയിരുന്ന സമയം അവർ ധാരാളം വീഡിയോകളിൽ എന്നും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ ജനങ്ങളെ കയ്യിലെടുക്കുന്നതിനുള്ള അവരുടെ കഴിവ് അപാരം തന്നെയായിരുന്നു. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ടർ എന്ന പേരുകൂടി ദിവ്യ എസ് അയ്യർക്ക് ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യം തന്നെയായിരുന്നു. കോൺഗ്രസ് MLA ആയ ശബരിനാഥിന്റെ ഭാര്യ എന്നതിലുപരി ജനങ്ങൾ ദിവ്യ എസ് അയ്യരെ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇതിനോട് അനുബന്ധിച്ച് വായിച്ച ചില കമന്റുകൾ. ഞാൻ ആ കമന്റുകൾ കൂടി ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നു. അതായത് ആ പോസ്റ്റിനകത്ത് ഇങ്ങനെയായിരുന്നു കാണിച്ചിരുന്നത്: എഴുത്തും പാട്ടും നൃത്തവും അറിവും അധികാരവും അതിലുപരി
കലർപ്പില്ലാത്ത സ്നേഹവും. കേസെടുക്കുകയില്ലെങ്കിൽ ഞാനൊന്ന് ഐ ലവ് യു പറഞ്ഞോട്ടെ എന്ന് ഒരു വിദ്വാൻ ചോദിച്ചതിന് മറുപടിയായി അതിന് താഴെ തന്നെ 3-4 കമന്റുകൾ കൂടി ഞാൻ ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യുന്നു. അതിന് താഴെ വന്ന ആദ്യത്തെ കമന്റ്, പോലീസ് വീട്ടിലെത്തുമ്പോൾ മനസ്സിലായിക്കോളൂ എന്ന് ഒരു വിദ്വാൻ കുറിച്ചിട്ടുണ്ട്. മറ്റൊരു വിദ്വാന്റെ ചോദ്യമാണ്, ബെസ്റ്റ് പ്രപ്പോസലാണ് താങ്കൾ നടത്തിയതെന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത കമന്റ് ചേട്ടന്റെ ഡയലോഗാണ് ഭയങ്കരം. വിദ്യാമാമിന്റെ സൈഡിൽ നിൽക്കുന്ന ലേഡിയുടെ വയറ്റിലാണ് അദ്ദേഹത്തിന്റെ കണ്ണെത്തിയിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആ ലേഡി ഗർഭിണിയാണ് എന്നാണ് തോന്നുന്നത് എന്നാണ്. ജനങ്ങൾ എത്ര കണ്ട് ദിവ്യാസ് അയ്യരെ ഇഷ്ടപ്പെടുന്നു എന്നതിന് തെളിവാണ് ഇതിന് താഴെ വന്ന നല്ല നല്ല കോമഡി രീതിയിലുള്ള കമന്റുകൾ. അപ്പോൾ നിങ്ങൾക്കും ദിവ്യാസ് അയ്യരുടെ ഈ തിരുവാതിരകളിയുടെ വീഡിയോ ഓണമായിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.